നമസ്കാരം. ഈ അടുത്തിടെയായി യൂട്യൂബർമാരെല്ലാം ഷോണിച്ചായൻ്റെ പുറകിനാ. എന്തിനാടേ ഇങ്ങനെയൊക്കെ പാവം പിടിച്ച ഒരു മനുഷ്യൻ്റെ നേരെ ഇങ്ങനെ ചൊറിഞ്ഞ് ചെല്ലുന്നത്? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? പാവങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു, അസുഖക്കാർക്ക് മരുന്ന് മേടിക്കാനുള്ള സഹായം എത്തിച്ചു, പഠിക്കാൻ മാർഗമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായങ്ങൾ എത്തിക്കുന്നു. ഇത് തെറ്റാണോ? എടാ, ഈ അച്ചായനെ പോലുള്ളവരെ കുറ്റം പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ നിന്നെയൊക്കെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്നാ ചോദിച്ച്. എടാ, നീയൊക്കെ പറയുന്നല്ലോ അച്ചായൻ്റെ ജ്വല്ലറിയുടെ പരസ്യമാണെന്ന്. നിനക്കൊക്കെ എങ്ങനെ ആയിക്കൂടെ? എടാ, നീയൊക്കെ എന്നാത്തിൻ്റെയൊക്കെ പരസ്യം ചെയ്യടാ. എന്ത് പരസ്യം ചെയ്താലും പാവങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? അദ്ദേഹം സിനിമാ നടിമാരെ എന്നും കെട്ടിയൊരുക്കി നിർത്തി പരസ്യം ചെയ്യുമല്ലോ. എടാ, എത്രയോ വീടുകൾ വെച്ച് കൊടുത്ത് എന്തൊക്കെ നല്ല പ്രവർത്തികളാടാ അദ്ദേഹം ചെയ്തത്. അതെന്നെപ്പോലുള്ളവന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഇതിലായാലും ശരി, കഷ്ടത അനുഭവിക്കുന്ന ഒരു പാവങ്ങളെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ദൈവത്തിന് തുല്യം. അവരെയൊക്കെ പുച്ഛിക്കരുത്. യൂട്യൂബർമാർ, ബ്ലോഗർമാരൊക്കെ ഉണ്ട്, പക്ഷേ നല്ലതിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ. ഇതുപോലെ നെറികെട്ട വൃത്തികെട്ട പ്രവർത്തനം ആവരുത്. നമ്മളെല്ലാം യൂട്യൂബുകൾ കാണുന്നതാണ്. ഞാൻ നിങ്ങളുടെയും വീഡിയോ കാണുന്നുണ്ട്, അച്ചായൻ്റെയും വീഡിയോസ് കാണുന്നുണ്ട്. ഞാനും ഒരു കൊച്ചു യൂട്യൂബറാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ യൂട്യൂബർമാർ സഹോദരങ്ങളെ, ഈ ചെറ്റത്തരം ഉണ്ടല്ലോ, ശരിയല്ല. ഒരു വ്യക്തിയെ അല്ലെ 10 പേരെ സഹായിക്കാനും 10 പേർക്ക് ഭവനങ്ങൾ വെച്ച് കൊടുക്കാനും സാധിക്കുന്ന ഒരാൾ ദൈവം തന്നെയാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നല്ല, നിൻ്റെയൊക്കെ കുടുംബം എഴുതിയിട്ടല്ല അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു വീതമാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ദൈവമുണ്ട്. അദ്ദേഹം 100 കൊല്ലം ഇവിടെ ദീർഘായുസ്സോടു കൂടി ജീവിക്കട്ടെ. സോണിച്ചായനെ പോലെയുള്ളവർ നമ്മുടെ ഭാരതത്തിന് ഒരു നല്ല മുതൽക്കൂട്ട് തന്നെ ആകട്ടെ. ഇദ്ദേഹത്തിനെ പോലെയുള്ളവർ ഇവിടുത്തെ കോടീശ്വരന്മാർ കണ്ടു പഠിക്കേണ്ടതന്നെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രേക്ഷകരെ ഓർമ്മിച്ചുകൊള്ളുന്നു. ആയതിനാൽ ഇതുപോലെ പന്ന വീഡിയോ ഇടുന്നവരെ നിങ്ങൾ വെറുക്കണം. ഇവരൊക്കെ ആരാ? എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാത്തവൻ കുറ്റം പറയരുത്. പാവങ്ങളെ സഹായിക്കുന്നവനെ ഒരിക്കലും കുറ്റം പറയരുത്. ദൈവം നിന്നെയൊക്കെ വെറുതെ വിടില്ലടാ. അത് മനസ്സിലാക്കിയാൽ നന്ന്. ബായ്.